അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാട്ടൊക്കെ തുടങ്ങി. പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്ന കേസൊക്കെ. ഇവിടെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ. അങ്ങനെ പാട്ടും ഡാൻസും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗിറ്റാർ തുടങ്ങി. അങ്ങനെ അച്ഛൻ ഗിറ്റാർ വായിക്കുന്ന കണ്ട് അന്തം വിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേസ് ഫുഡിന് സമയമായി. നല്ല ചൂട് ബിരിയാണിയും നല്ല കബാബ് കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു കേസ്. ഫുഡ് കണ്ടപ്പോൾ വിശപ്പ് കുറച്ച് കൂടിയോ എന്ന് ചെറിയ സംശയം കേസൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോളിലേക്ക് വന്നപ്പോൾ ഇവിടെ കളി തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ആ കളി അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കളിക്കാൻ വന്നവർക്ക് നമ്മളെക്കാളും നല്ല തണ്ടും തടിയുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. ഇതെന്തുവാ പരിപാടി എന്ന് എന്നോട് ചോദിക്കല്ലേ ഗൈസ്. ഇതെന്തുവാന്ന് എനിക്കും ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഇത് കല്യാണമാണെന്ന് തോന്നുന്നു. ഇതെന്തുവാ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇതൊക്കെ കണ്ട് വെറുതെ കുത്തിയിരുന്നപ്പോഴാണ് ഗൈസ് സമയം ഞാൻ ശ്രദ്ധിച്ചത്. സമയം 4 മണി. അങ്ങനെ സമയം കണ്ട് അന്തം വിട്ടിരുന്നപ്പോഴാണ് ഗൈസ് നമുക്ക് ചായയും പപ്സും ഒക്കെ കിട്ടിയത്. എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് പപ്സും ചായയും തിന്നാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പപ്സും ചായയും കഴിച്ച് വേറൊക്കെ നിറഞ്ഞു ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്തൊരു കിടക്കാച്ച വീഡിയോ കാണാതിരിക്കും. ബൈ.